പമ്മി പതുങ്ങി വരും, മരത്തിൻ്റെ മുകളിലിരിക്കും, വീട്ടിൻ്റെ പരിസരങ്ങളിൽ ചെറിയ കാട്ടിൽ പോലും പമ്മി കിടക്കും. നമസ്കാരം, വിന്റർ ഹെവൻ്റെ ന്യൂസിലേക്ക് സ്വാഗതം. നമ്മുടെ നാട്ടിൽ തൊട്ടടുത്ത് വനത്തിനുള്ളിലല്ല, ജനവാസ മേഖലയിൽ പുലിയിറങ്ങി. ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതിൽ എന്താണ് അതിശയോക്തി എന്നുള്ളത്? നമ്മുടെ മനുഷ്യൻ്റെ ജീവന് ഒരല്പം പോലും വിലയില്ലാത്ത ഒരു കാലഘട്ടം ആസന്നമായിക്കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് വനാന്തരങ്ങളിൽ കാണപ്പെടുന്ന വന്യജീവികൾ ഇന്ന് ജനവാസ മേഖലയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായി പറഞ്ഞാൽ നമ്മുടെ സാധാരണക്കാർ തിങ്ങിപ്പാർക്കുന്ന മേഖലയിൽ ഈ വന്യമൃഗങ്ങളുടെ എണ്ണം ഇപ്പോൾ കൂടി വരികയാണ്. മുൻകാലങ്ങളിൽ തന്നെ ഇപ്പോൾ നമ്മുടെ പാലോട്, ഇടിഞ്ഞാറ്, വെങ്കിട്ടമൂട് ഭാഗത്ത് ജയൻ്റെ ഒരു പോത്തിനെ, വളർത്തുപോത്തിനെ ഈ പറഞ്ഞ പുലി വീട്ടിൽ വന്ന് പിടിച്ച് കൊണ്ട് കടിച്ചെടുത്ത് കൊണ്ട് വനത്തിനുള്ളിലേക്ക് കൊണ്ടുപോയി. ഇവർ പലരും കണ്ട് ഓടി ചെന്നതുകൊണ്ടാണ് ആ പോത്തിനെ കടിച്ചു കൊന്നിട്ട് അവിടെ ഉപേക്ഷിച്ച് പുലി പോയി കിടക്കുന്നത്. വളരെ ഗൗരവമുള്ള ഒരു പ്രശ്നമാണ് ഇവിടെ നിലനിൽക്കുന്നത്. എന്തെന്നാൽ ഈ പുലി പിടിച്ചത് സാധാരണക്കാരായ ജനങ്ങളെ പറ്റുമായിരുന്നെങ്കിൽ ആരെങ്കിലും ചോദിക്കാനുണ്ടാവുമായിരുന്നോ? ഇത് പുലിയെക്കുറിച്ച് നമുക്കെല്ലാം അറിയാം. ഇത് പമ്മി പതുങ്ങി വരും, മരത്തിൻ്റെ മുകളിലിരിക്കും, വീട്ടിൻ്റെ പരിസരങ്ങളിൽ ചെറിയ കാട്ടിൽ പോലും പമ്മി കിടക്കും. അതുപോലെ റബ്ബർ പോലുള്ള കൃഷി കൂടുതലായിട്ടുള്ള ഈ നാട്ടുമ്പുറങ്ങളിൽ, റബ്ബർ തോട്ടങ്ങളിൽ, പ്ലാറ്റ്ഫോറത്തിലൊക്കെ ഇത് പമ്മി പതുങ്ങിക്കിടക്കും. ഈ ന്യൂസ് കേൾക്കുന്ന നിങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളുടെ വീടിൻ്റെ പരിസരങ്ങളിൽ രാവിലെ ഉറക്കമൊഴിച്ച് വാതിൽ തുറക്കുമ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി മാത്രം വാതിൽ തുറന്ന് പുറത്തിറങ്ങുക. ഏതെങ്കിലും ജനലോ മുകൾ തട്ടിലുള്ള രണ്ടാമത്തെ നിലയിലുള്ള ഡോറോ മറ്റുമൊക്കെ ഉണ്ടെങ്കിൽ അടച്ചിട്ടിരിക്കുക. നിങ്ങൾ വീട് മൊത്തം പൂട്ടിയാലും വീട്ടിൻ്റെ ഏറ്റവും മുകളിലത്തെ ഡോർ തുറന്നിട്ടാണ് സാധാരണ പോകാറ്. വീട്ടിൻ്റെ മുകളിലേക്ക് ചാഞ്ഞ് നിൽക്കുന്ന മരങ്ങൾ, ആ മരത്തിലൂടെ ഈ പുലിക്ക് അകത്ത് കയറി വരാൻ കഴിയും. അങ്ങനെ മരം കയറിയായിട്ടുള്ള പുലി മനുഷ്യനെ പിടിക്കുവാൻ വേണ്ടി പമ്മി പതുങ്ങി, പാത്തും പതുങ്ങിയിരിക്കുന്ന മരത്തിൻ്റെ കൊമ്പിലൂടെ നേരെ വീട്ടിൻ്റെ മുകളിലെത്തുകയും വീടിൻ്റെ റൂമിനകത്തേക്ക് കയറാനുള്ള സാധ്യത കൂടുതലാണ്. അത് ഈ അവയർനെസ് ഞാൻ പറയുമ്പോഴും നമ്മുടെ ഈ ജനവാസ മേഖലയിൽ പുലി ഇറങ്ങിയിട്ട് പോലും അതിനെ പിടിക്കുവാൻ വേണ്ട സത്വര നടപടികൾ വനം വകുപ്പിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല. വനം വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥിരമായി ഇവിടെ മൃഗങ്ങൾ ഇറങ്ങുന്നു എന്ന് കണ്ടതിന് ശേഷവും വനം വകുപ്പ് ഉദ്യോഗസ്ഥർ അവയെ പിടികൂടുവാനുള്ള കൂടോ കെണികൾ ഒരുക്കുവാനോ ഒന്നിനും തയ്യാറാകാത്ത നിലയിലാണ് മുന്നോട്ട് പോകുന്നത്. ഈ നിലയിൽ മുന്നോട്ട് പോയാൽ ജനങ്ങളുടെ ജീവന് പുല്ലുവിലയായിരിക്കും എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ ജീവന് വില കൊടുത്ത് വേണം മുന്നോട്ട് പോകാൻ. ഉദ്യോഗസ്ഥർക്ക് ശമ്പളം കിട്ടും എന്നുള്ള നിലയ്ക്ക് അവർ മാറി നിൽക്കാൻ പാടില്ല. നിരുത്തരവാദപരമായ കാര്യങ്ങൾ നടക്കുന്ന വകുപ്പാണ് വനം വകുപ്പ്. അതിൽ പാലോട് റേഞ്ചിനകത്ത് പറയുകയാണെങ്കിൽ കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഇരുന്ന റേഞ്ച് ഓഫീസർ തന്നെ ഇരുതലമൂരി കേസിൽ പിടിക്കപ്പെടുകയുണ്ടായി. വിജിലൻസ് ആണ് പിടിച്ചത്. കാരണം അവർക്ക് കച്ചവടവും അവരുടെ കാശും സാമ്പത്തികങ്ങളും കൈകാര്യം ചെയ്യലും അഴിമതിയും കൈക്കൂലിയും തുടങ്ങിയ പരിപാടികളുമായി മുന്നോട്ട് പോകും. ഈ കലാപരിപാടികളുമായി മുന്നോട്ട് പോകുമ്പോൾ ഇവരെ നിയന്ത്രിക്കാൻ വകുപ്പിന് മുകളിലേക്ക് ആരും ഇല്ല എന്നുള്ള ഒരു സ്ഥിതിയിലേക്കാണ് പോകുന്നത്. ഇല്ലെങ്കിൽ അതിൻ്റെ വകുപ്പ് മേധാവികളെ നിയന്ത്രിക്കുന്നത് അതിന് ഇങ്ങനെ സ്ഥിരമായി പുലിയെയും മറ്റ് വന്യമൃഗങ്ങളെയും കാണപ്പെടുന്ന സ്ഥലങ്ങളിൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ കുറച്ചുകൂടി ജാഗ്രത പുലർത്തണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങളേവരും വളരെ ഗൗരവത്തോടെ, ഇവിടെ താമസിക്കുന്ന ജനങ്ങൾ വളരെ ഗൗരവത്തോടുകൂടി മാത്രം മുന്നോട്ട് നീങ്ങുക. മരണം അല്ലെങ്കിൽ നമ്മളെ ജീവൻ നഷ്ടപ്പെട്ടതിന് ശേഷം മാത്രമായിരിക്കും സർക്കാരിൻ്റെ പ്രതിനിധികൾ അവിടെ എത്തുന്നത്. അതുകൊണ്ട് അവരാരെങ്കിലും ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷ വേണ്ട. എത്രയോ വന്യമൃഗങ്ങൾ ആക്രമിച്ചതിൻ്റെ പരാതികൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ കിടപ്പുണ്ട്. അവർക്ക് വേണ്ടിയിട്ടുള്ള കോമ്പൻസേഷൻ, അതായത് അവർക്കുള്ള ഈ ധനസഹായം ഇന്ന് വരെ കൊടുത്തിട്ടില്ല. പല സ്ഥലത്തും എൻ്റെ മുൻപുള്ള പല ന്യൂസുകൾ നിങ്ങൾ നോക്കിയാൽ കാണാം, പന്നി ആക്രമിച്ചിട്ട് അവർക്ക് ധനസഹായം ഇതുവരെ കൊടുത്തിട്ടില്ല. അപ്പോൾ വന്യമൃഗങ്ങൾ പലരും ആക്രമിച്ചിട്ടും, ആന ആക്രമിച്ചിട്ട് ആ വീട് തകർത്തിട്ട് ഇന്ന് വരെ അവർക്ക് ഗവൺമെൻറ്റിൻ്റെ വനം വകുപ്പിൻ്റെ ഭാഗത്ത് നിന്ന് കോമ്പൻസേഷൻ കൊടുത്തിട്ടില്ല. ഒട്ടനവധി പ്രശ്നങ്ങളാണ് കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ ന്യൂസ് കേൾക്കുന്ന എല്ലാവരും വളരെ ജാഗ്രത, ഇഴജന്തുക്കളൊക്കെ പുറത്തിറങ്ങുന്നത് പോലെ വന്യമൃഗങ്ങൾ വരും. അതോടൊപ്പം ഒരു കാര്യം കൂടി, കുരങ്ങിൻ്റെ ശല്യം ധാരാളമായി ഈ വനമേഖലയുടെ ഭാഗത്തൊക്കെ ഉള്ള നാട്ടുപുറങ്ങളിലുണ്ട്. എന്തുകൊണ്ടാണ് കുരങ്ങൻ ഇവിടെ വരുന്നത്? അവർക്ക് ആഹാരം കുറവുള്ളതുകൊണ്ടാണ്. ഈ ആഹാരം കുറയുന്നത് പരിഹരിക്കുവാൻ സപ്പോട്ടയ്ക്ക, അതുപോലെ തന്നെ ആത്തിപ്പഴം, ചക്ക തുടങ്ങിയവയൊക്കെ, പ്ലാവൊക്കെ നട്ട് വളർത്തി വനത്തിനുള്ളിൽ തന്നെ ചെറിയ പൊക്കത്തിൽ തന്നെ വളർന്നു വരുന്ന ഫലവൃക്ഷങ്ങൾ നട്ട് വളർത്തിയാൽ അവ തിന്നുകൊണ്ട് വന്യമൃഗങ്ങൾക്ക് വനത്തിനുള്ളിൽ തന്നെ കഴിയാൻ സാധിക്കും. പക്ഷേ അതുപോലെ ചെയ്യാതെ, ശാസ്ത്രീയപരമായി മുന്നോട്ട് നീങ്ങാതെ അശാസ്ത്രീയപരമായി പ്രവർത്തിക്കുന്ന സർക്കാർ അത് തിരുത്തും, അല്ലെങ്കിൽ ഈ വനം വകുപ്പ് അത് തിരുത്തും എന്നുള്ള പ്രതീക്ഷയോടുകൂടി നിങ്ങളെ ശ്രദ്ധയിലേക്ക് ഈ വിഷയത്തെ കൊണ്ടുവരികയാണ്. നന്ദി.